കുഞ്ഞുങ്ങളെ, ഗ്ലാക്സോയാണ്. നമ്മൾ ഇന്ന് 2025 PSC ചോദിച്ച കണക്കിൻ്റെ ചോദ്യങ്ങളുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഡിസ്കഷനാണ്. തുടങ്ങിയാലോ? ഒന്നാമത്തെ ചോദ്യം. അരവിന്ദ് ഒരു ബാങ്കിൽ 640 രൂപ നിക്ഷേപിച്ചു. ഏതോ അടിയന്തര സാഹചര്യം കാരണം 2 വർഷവും 8 മാസവും കഴിഞ്ഞ് അദ്ദേഹം ആ തുക പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് 844 രൂപ 80 പൈസയാണ് ലഭിച്ചതെന്ന് പറയുന്നുണ്ട്. സാധാരണ പലിശ നിരക്ക് എത്രയാണ്? ആ ബാങ്ക് കൊടുത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയെന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം, സാധാരണ പലിശ കാണുന്ന ഇക്വേഷൻ എന്താ? I = PNR/100 ആണ്. 6 പലിശ നിരക്കാണ്, അതിൻ്റെയാണ് /100 വരുന്നത്, ശതമാനമായതുകൊണ്ട് അതെന്തുമായിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ P എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയാണ്. N എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചതെന്നാണ്. 6 പലിശ നിരക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ എടുത്തു പറയുന്നുണ്ട് N വർഷത്തിലായിരിക്കണം. ഇവിടെ കാലാവധി തന്നിരിക്കുന്നത് എങ്ങനെയാ? 2 വർഷവും 8 മാസവും എന്നാണ് കാലാവധി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാസത്തിൽ പറയുന്ന കണക്കിനെ വർഷത്തിലേക്ക് കൺവെർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യണ്ടേ? 8 മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റണം. മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ എന്താ ചെയ്യണ്ടേ? 12 കൊണ്ട് ഹരിച്ചാൽ മതി. നിങ്ങൾക്കറിയാം 12 മാസം ചേരുന്നത് 1 വർഷം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുവാണ് 2 വർഷവും 8 മാസത്തിനെ വർഷത്തിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് ആ 8നെ 12 കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇവിടെ ഇവരെ രണ്ടുപേരും അങ്ങ് ക്യാൻസൽ ചെയ്തോ 4 വെച്ച്. അപ്പോൾ ഇവിടെ ഒരു 2 വരും, താഴെ ഒരു 3 വരും. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? അതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ പോരെ. ഈ 3നെ ഇങ്ങോട്ട് ക്രോസ് ഗുണിച്ച് കയറ്റാലോ. 3 × 2 6, 6 + 2 8. അപ്പോൾ നമുക്ക് എഴുതാം, എന്നിൻ്റെ വിലയാണ് നമുക്ക് കിട്ടുന്നത്. നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്ന എന്നിൻ്റെ വില നമുക്ക് കിട്ടി 8/3 വർഷങ്ങളാണ്. ഓക്കെ ആണോ? അപ്പോൾ ആ പ്രശ്നം തീർന്നു. ഇനി നമുക്കൊരു കാര്യം കൂടെ കാണണം. ഇവിടെ എത്ര പലിശ കിട്ടിയെന്ന് അറിയണം, ഇൻട്രസ്റ്റ് എത്ര കിട്ടിയെന്ന് അറിയണം. അതിന് നിങ്ങളൊന്ന് നോക്കുക. കാലാവധി കഴിഞ്ഞപ്പോൾ എത്ര രൂപ കിട്ടി? 844 രൂപ 80 പൈസ കിട്ടി. എത്ര നിക്ഷേപിച്ച്? 640 നിക്ഷേപിച്ച്. അപ്പം പലിശ ഇനത്തിൽ എത്ര കയറി വന്നു എന്ന് ചോദിച്ചാൽ 844 രൂപ 80 പൈസ മൈനസ് 640. അപ്പോൾ എത്രയാണ് കുഞ്ഞുങ്ങളെ കിട്ടിയത്? 204 രൂപ 80 പൈസയാണ് പലിശ ഇനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? ഈ ഡീറ്റെയിൽസ് കൊണ്ടൊന്ന് ഈ ഇക്വേഷനിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരായോ? പലിശയുടെ സ്ഥാനത്ത് ഞാൻ എഴുതി വെക്കുവാണ് 204 രൂപ 80 പൈസ. നിക്ഷേപിച്ച തുക എത്ര? 640. വർഷം നമ്മളിപ്പം കണ്ടുപിടിച്ചല്ലോ, 8/3 ആണ്. നമുക്ക് എന്താ കാണണ്ടേ? പലിശ നിരക്കാണ്, ശതമാനത്തിലാണ് കാണണ്ടേ. അപ്പോൾ 6/100, 6 കണ്ടുപിടിക്കണം. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇനി ഒന്ന് ശ്രദ്ധിച്ച്, ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ക്യാച്ച് ചെയ്യാം. ഈ 100 ക്രോസിന് ഇങ്ങോട്ട് ഗുണിച്ച് കയറുമ്പം ഈ 2 സ്ഥാനം അങ്ങ് മാറിക്കിട്ടും. ഓക്കെ ആണോ? അവിടെ കിടക്കുന്ന 100 ക്രോസിന് ഇങ്ങോട്ട് ഗുണിച്ച് കയറുമ്പം ഈ 2 സ്ഥാനം അങ്ങ് മാറിക്കിട്ടും. അപ്പം ഞാനങ്ങ് എഴുതിക്കോട്ടെ. അപ്പം 204 8 0 2 സ്ഥാനം മാറിക്കിട്ടി. ആ 100 ഗുണിച്ച് കയറിയത് കൊണ്ടാ അല്ലേ? പിന്നെ ആരവിടെ നിന്ന് വരും? ആ 3 കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഗുണിച്ച് കയറും. ഇനിയും റൈറ്റ് സൈഡിൽ കിടന്ന ആരൊക്കെ താഴോട്ട് വരും? 640 താഴോട്ട് വരും, 8 താഴോട്ട് വരും. അപ്പോൾ 6 ഒറ്റയ്ക്ക് നമുക്കൊരു സൈഡിൽ കിട്ടും. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? നമുക്കിനി ക്യാൻസൽ ചെയ്യേണ്ടവരൊക്കെ ഈ 0 ഈ 0 അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ഇനി ഒന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 2048 × 3 ഡിവൈഡഡ് ബൈ താഴെ ആരാ? 64 × 8. 64 × 8 എത്രയാണ് എൻ്റെ കുട്ടികളെ? 512 നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മുടെ പലിശ നിരക്ക്. ഇനി ആരും വിട്ടും? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് പറയാൻ പറ്റും. ഈ 512നെ 4 കൊണ്ട് ഗുണിക്കുന്നതല്ലേ 2048? 512നെ 4 കൊണ്ട് ഗുണിക്കുന്നത് 2048. അപ്പം ബാക്കി ആര് വന്നു? 4 × 3 വന്നു. അപ്പം നമ്മുടെ പലിശ നിരക്ക് ഇവിടെ എത്ര എന്ന് ചോദിച്ചാൽ 12% നമ്മുടെ പലിശ നിരക്ക്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം. ഒരു വ്യാപാരി 20 രൂപ നിരക്കിൽ വാങ്ങി 26 കിലോ അരിയും 36 രൂപ നിരക്കിൽ വാങ്ങി 30 കിലോ അരിയും ഒന്നിപ്പിക്കുക. അപ്പോൾ 2 ക്വാളിറ്റിയിലുള്ള അരികളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറയാൻ എളുപ്പത്തിന് വേണ്ടി A എന്നും B എന്നും ഒന്ന് നോട്ടീസ് ചെയ്യുക. ഓക്കെ,
എ എന്ന ക്വാളിറ്റിയിലുള്ള അരി 26 കിലോയും ബി ക്വാളിറ്റിയിലുള്ള അരി 30 കിലോയാണ് നമ്മൾ അയാൾ വാങ്ങിയിരിക്കുന്നത്. ഈ ക്വാണ്ടിറ്റീസിനെ ഒന്ന് വെട്ടി ചെറുതാക്കിയാൽ കാൽക്കുലേഷൻ ഒന്ന് ചെറുതാക്കാം. 2 വെച്ച് ഒന്ന് വെട്ടരുതോ? ഇല്ലെങ്കിൽ ഒന്ന് റേഷ്യോ എടുക്കുമ്പം 2 വെച്ച് വെട്ടിയാൽ 13 എന്നും 15 എന്നും വരും. ക്വാണ്ടിറ്റി ആയത് കേട്ടോ. ഇനി 13ഉം 15ഉം വെച്ച് ഈ ചോദ്യം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. എയുടെ 13 കിലോ മേടിച്ചെന്നും ബിയുടെ 15 കിലോ മേടിച്ചെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, റേറ്റ് എങ്ങനെയാണ്? ആദ്യത്തെ ക്വാണ്ടിറ്റിയുടെ റേറ്റ് 20 രൂപയാണ്. അപ്പോൾ 20 രൂപയ്ക്കാണ് എ എന്ന ക്വാളിറ്റിയിലുള്ള അരിയുടെ 13 കിലോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര രൂപ ചിലവായി? 20 × 13 260 രൂപ ചിലവായി. ഇനി ബിയുടെ കഥ പറ. ബി മേടിച്ചിരിക്കുന്നത് 36 രൂപയ്ക്കാണ്. അപ്പോൾ 36 × 15 ക്വാണ്ടിറ്റി. 36 × 15 എത്രയാ? 540. ക്ലിയർ ആയോ? അപ്പോൾ ഇത് രണ്ടിനും കൂടെ അയാൾക്ക് എത്ര ചിലവായെന്ന് ചോദിച്ചാൽ 260 + 540 800 രൂപയാണ് അയാൾക്ക് ചിലവായത്. ഇനി എന്താ പറയുന്നത് ചോദ്യത്തിൽ? ഈ ഒരു മിക്സർ 30 രൂപ നിരക്കിലാണ് അയാൾ വിറ്റത്. ഓക്കെ ആണോ? എത്ര രൂപ നിരക്കിൽ വിറ്റു? 30 രൂപ നിരക്കിൽ വിറ്റു. എത്ര ഉണ്ട് ക്വാണ്ടിറ്റി? 15ഉം 13ഉം 28 ഉണ്ട് ക്വാണ്ടിറ്റി. ഓക്കെ ആണോ? അപ്പം 30 രൂപ നിരക്കിൽ ഈ 28 ക്വാണ്ടിറ്റിക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ 30 × 28 840 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കഥ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? 800 രൂപ ബിസിനസ്സിലിറക്കി, 840 രൂപ തിരിച്ച് കിട്ടി. എത്ര രൂപ ലാഭം കിട്ടി? 40 രൂപ ലാഭം കിട്ടിയെന്ന് ഇവിടുന്ന് പറയാവുന്നതേ ഉള്ളൂ. നമുക്കറിയേണ്ടത് ആ ലാഭത്തിൻ്റെ ശതമാനം എത്ര എന്നാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ലാഭമായ 40, 800 എന്ന എൻ്റെ മുടക്ക് മുതലിൻ്റെ എത്ര ശതമാനം എന്ന് അറിഞ്ഞാൽ പോരെ? 800ൻ്റെ 2 സീറോയും 100ൻ്റെ 2 സീറോയും ക്യാൻസലാകും. 40/8. ഇവിടുത്തെ ലാഭശതമാനം എത്ര എന്ന് ചോദിച്ചാൽ 5% പ്രോഫിറ്റാണ് ഇവിടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ എൻ്റെ കുഞ്ഞുങ്ങൾ? അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദങ്ങളുടെ തുക 30. ഓക്കെ ആണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദം എല്ലായ്പ്പോഴും അതിൻ്റെ ശരാശരിക്ക് തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ? ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദം എല്ലായ്പ്പോഴും അവരുടെ ശരാശരിക്ക് തുല്യം. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് അതാണ്. മിഡിൽ ടൈം എന്ന് പറയുന്നത് ആവറേജിന് തുല്യമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ആവറേജ് കാണുന്ന ഇക്വേഷൻ എന്താ? തുക ബൈ എണ്ണമാണെന്നും അറിയാം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കും. ഇനി എന്താ പറയുന്നത്? ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദങ്ങളുടെ തുക 30. അപ്പം ഞാൻ ചോദിക്കട്ടെ, അവരുടെ ആവറേജ് എത്രയെന്ന് ചോദിച്ചാൽ തുകയായ 30നെ എണ്ണമായ 3 കൊണ്ടങ്ങ് ഹരിച്ചാൽ പോരെ? 10 എന്ന് കിട്ടും. ഈ 10 ആരായിരിക്കും കുഞ്ഞുങ്ങളെ? ആവറേജ് മധ്യപദത്തിന് തുല്യമെന്ന് പഠിച്ചു. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങൾ, ഇപ്പം ഇവിടെ എത്ര പദങ്ങളുണ്ടെന്നൊന്നും അറിയത്തില്ല, അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 3 പദങ്ങൾ കൺസിഡർ ചെയ്താൽ അതിൽ കറക്റ്റ് മിഡിലിൽ വരുന്ന ആൾ 10 എന്ന് നമുക്ക് ഇവിടുന്ന് ഉറപ്പിക്കാൻ പറ്റും. അത് ആവറേജ് ആയതുകൊണ്ട്. ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് ആദ്യ പദം 9 ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഫില്ല് ചെയ്യാം 9. ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം പൊതുവ്യത്യാസം 1, 9, 10, 11 എന്നും പറഞ്ഞാണ് ആ ശ്രേണി മുന്നോട്ട് പോകുന്നത്. ഇനി എന്താ പറയുന്നത്? അവസാന 3 പദങ്ങളുടെ തുക 36 എന്ന് പറയുന്നു. അങ്ങനെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അവസാന 3 പദങ്ങളുടെ ആവറേജ് കാണരുതോ? ആവറേജ് കാണാം. തുക ബൈ എണ്ണമാണ്. അപ്പം 36/3 12 അവസാനത്തെ 3 പേരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 3 സംഖ്യകളെ കൺസിഡർ ചെയ്താൽ അതിൻ്റെ മിഡിൽ ടൈമായിട്ട് വരാൻ പോകുന്ന ആൾ 12 എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നമ്മൾ 11 വരെ എഴുതി കഴിഞ്ഞു അല്ലേ? അപ്പോൾ അടുത്തത് 12 അടുത്തത് 13 നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ ഉറപ്പിച്ച്, ഈ 3 പേരുടെ ആവറേജ് 10. വേണ്ട, കറക്റ്റ് നടുക്ക് കിടപ്പുണ്ട് 10. ഇനിയും പറയുന്നത് അവസാനത്തെ 3 പേര് ഇതേണ്ട ഇവന്മാരെ പറ്റിയ ഇതിൻ്റെ ആവറേജ് 12 കിട്ടി. ഇതേണ്ട നടുക്ക് കിടക്കുന്നു 12, 11 രണ്ടിടത്തും കോമണാണ്. നമ്മളുടെ ചോദ്യം എന്താ? ഈ ശ്രേണിയിൽ ആകെ എത്ര പദങ്ങളുണ്ടെന്ന്? 1, 2, 3, 4, 5 പദങ്ങളുടെ എണ്ണം അറിയണ്ടേ. അപ്പോൾ ഇവിടെ എത്ര പദങ്ങളുള്ളൊരു സമാന്തര ശ്രേണിയായത്? 5 പദങ്ങളുള്ളൊരു സമാന്തര ശ്രേണിയായത്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത പറയാമല്ലോ നമുക്ക്. അടുത്ത ചോദ്യം. മാർക്കും ആൻ്റണിയും ഒരു IT സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. മാർക്ക് ആൻ്റണിയുടെ ഇരട്ടി കാര്യക്ഷമതയുള്ളവൻ. അപ്പം ഞാനൊന്ന് എഴുതിക്കോട്ടെ. മാർക്കിനെ M എന്നും ആൻ്റണിയെ A എന്നും വിളിക്കാം.
അപ്പം കാര്യക്ഷമത പറയുന്നു മാർക്കിന് ആൻ്റണിയുടെ ഇരട്ടി കാര്യക്ഷമതയുണ്ട്. അപ്പോൾ ആൻ്റണിയുടെ കാര്യക്ഷമത 1 മാർക്കിൻ്റെ കാര്യക്ഷമത 2. എഫിഷ്യൻസി കാര്യക്ഷമതയുടെ റേഷ്യോ ഇത്. കാര്യക്ഷമതയുടെ റേഷ്യോ കിട്ടിയെങ്കിൽ നേരെ തിരിച്ചിട്ടാൽ മതി, അവർ ആ ജോലി ചെയ്യാനെടുത്ത ദിവസത്തിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ അവർ ആ ജോലി ചെയ്യാനെടുത്ത ദിവസത്തിൻ്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് നേരെ തിരിച്ചിട്ടാൽ മതി. 1:2 പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മാർക്ക് 1x ദിവസം എടുത്തെങ്കിൽ ആൻ്റണി 2x ദിവസം കൊണ്ട് ആ ജോലി തീർക്കുന്നത്. അതാണ് അതിൻ്റെ മീനിങ്. ഇനി എന്താ പറയുന്നത്? ഒരു ജോലി ചെയ്യാൻ ആൻ്റണിയേക്കാൾ 30 ദിവസം കുറവെടുത്തു മാർക്കെന്നാണ് പറയുന്നത്. കുറവ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇത് തമ്മിലുള്ള ഡിഫറൻസാണ്. എക്സും 2x തമ്മിലുള്ള വ്യത്യാസമാണ്. എക്സും 2x വ്യത്യാസം എത്ര? എക്സ് തന്നെ തന്നിരിക്കുന്ന 30 ദിവസം എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പം ഡിഫറൻസായ 1x വിലയാണ് 30. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാർക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർത്തു എന്ന് ചോദിച്ചാൽ x ദിവസം കൊണ്ട് ആ ജോലി തീർത്തു. ആൻ്റണി എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർത്തു എന്ന് ചോദിച്ചാൽ 2x ദിവസം കൊണ്ട് ആ ജോലി തീർത്തു. എക്സിൻ്റെ വില കിട്ടി 30, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതോ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാം, മാർക്ക് എന്ന് പറയുന്ന ആൾക്ക് ആ ജോലി തീർക്കാൻ 30 ദിവസം എടുത്തു. ആൻ്റണി എന്ന് പറയുന്ന ആൾക്ക് ആ ജോലി തീർക്കാൻ 60 ദിവസമാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്താ ചോദിക്കുന്നത്? ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര സമയം കൊണ്ട് തീരുമെന്നാണ് അറിയേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ എൻ്റെ കുട്ടികൾക്ക്? ഇത്രയും ചിന്തിച്ചാൽ മതിയെന്നേ. ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് നോക്കുക. അതാണ് ഒരു ജോലി. ടോട്ടൽ വർക്ക് ഇവിടെ ആകെ എത്ര ജോലി ഉണ്ടെന്ന് കാണാം. ഒന്നെങ്കിൽ 30ൻ്റെ 60ൻ്റെ LCM എടുക്കുക. 30ൻ്റെ 60ൻ്റെ LCM എത്ര? 60. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി. ആൻ്റണിയെ കൺസിഡർ ചെയ്താൽ ആൻ്റണിയുടെ എഫിഷ്യൻസി 1. 60 ദിവസം കൊണ്ട് ജോലി തീർത്തു എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് കാണാം 1 × 60 അങ്ങനെ ആയാലും മതി. അല്ലെങ്കിൽ മാർക്കിനെ വെച്ച് പറയുകയാണെങ്കിൽ മാർക്കിൻ്റെ എഫിഷ്യൻസി 2. മാർക്ക് 30 ദിവസം കൊണ്ട് ആ ജോലി തീർത്തെങ്കിൽ ടോട്ടൽ വർക്ക് 30 × 2 60. എങ്ങനെയാണെങ്കിലും ടോട്ടൽ വർക്ക് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയേണ്ടത് മാർക്കും ആൻ്റണിയും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുന്നത്. ജോലി എത്ര? 60 ജോലിയാ ടോട്ടൽ വർക്ക്. അത് എത്ര ദിവസം കൊണ്ട് തീരുമെന്നറിയണം. മാർക്കും ആൻ്റണിയും കൂടെ ഒന്നിച്ചാൽ അവരുടെ എഫിഷ്യൻസി എത്ര? 2 1 3 അല്ലേ കുട്ടികളെ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3 എഫിഷ്യൻസിയിൽ ആ ജോലി തീരാൻ എത്ര ദിവസം എന്ന് കാണാൻ 60/3. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ 20 ദിവസങ്ങൾ കൊണ്ട് ആ ജോലി തീർത്തു തരും. ക്ലിയർ ആണോ? സിമ്പിൾ കാര്യങ്ങളെ ഉള്ളന്നേ. അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം, 1920ക്ക് ഒരു സാധനം വിറ്റപ്പോൾ കിട്ടിയ ലാഭവും 1280ക്ക് ആ സാധനം വിറ്റപ്പോൾ ഉണ്ടായ നഷ്ടവും തുല്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരേ സാധനം 2 വിലയ്ക്ക് വിറ്റു. ആദ്യമുണ്ടായ ലാഭവും അടുത്ത ദിവസം ഉണ്ടായ നഷ്ടവും തുല്യം. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ആദ്യം തന്നെ നമുക്ക് ആ സാധനത്തിൻ്റെ യഥാർത്ഥ വില കണ്ടുപിടിക്കാൻ പറ്റും. കോസ്റ്റ് പ്രൈസ് കാണാൻ പറ്റും. അതിനൊന്നും ചെയ്യണ്ട. 2 ദിവസത്തെയും വിറ്റ വിലകൾ തമ്മിൽ അങ്ങ് കൂട്ടുക, 2 കൊണ്ടങ്ങ് ഹരിക്കുക. അതായിരിക്കും ആ സാധനത്തിൻ്റെ യഥാർത്ഥ വിലയെന്ന് പറയുന്നത്. ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇവിടെ 3200 സം എടുക്കുമ്പോൾ 3200 എന്ന് വരും. 3200/2 1600 അതിൻ്റെ യഥാർത്ഥ വിലയെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് എഴുതി വെക്കാം, 100% എന്ന് പറയുന്നതാണ് യഥാർത്ഥ വിലയായ 1600. എന്താ അറിയേണ്ടത്? 25% ലാഭം എനിക്ക് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. 25% ലാഭം എന്ന് വെച്ചാൽ 100നൊപ്പം 25 കൂടെ വന്ന് 125 മാറണം. അങ്ങനെയെങ്കിൽ അത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് കാണണ്ടേ. ഇനി എന്ത് ചെയ്താൽ മതി? എൻ്റെ കുട്ടികൾക്ക് അറിയാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എടുത്താൽ പോരെ. 125 × 1600 / 100. 2 സീറോസ്, മുകളിലത്തെ 2 സീറോസും ക്യാൻസലാകും. പിന്നെ എന്ത് വന്നു? 125 × 16 വന്നു. എത്രയാ ആൻസർ? 2000. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? അപ്പോൾ അത്രയേ ഉള്ളൂ. അത് സിമ്പിൾ ഒരു ചോദ്യമായിരുന്നു. അടുത്ത പറയാമല്ലോ നമുക്ക്. അടുത്തത് GP ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. √3 എന്ന് പറഞ്ഞു പോകുന്ന സമഗുണിത ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 729? ഒരു GPയുടെ n-ാം പദം കാണുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം. A ×
r⁻n−1. ഒരു ജി പിയുടെ n-ാം പദം കാണുന്ന ഇക്വേഷൻ a × r⁻n−1 ആണ്. a എന്ന് പറയുന്ന ആദ്യ പദമാണ്, r എന്ന് പറയുന്ന കോമൺ റേഷ്യോ ആണ്. ഏത് പദത്തെ ഗുണിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതിന് പറയുന്ന പേരാ കോമൺ റേഷ്യോ. അപ്പോൾ ഇതാണ് n-ാം പദം. അത് ആരെന്ന് ഈ ചോദ്യത്തിൽ പറയുന്നു? 729 ഈ ചോദ്യത്തിൽ പറയുന്നു. ഇനി നമുക്കിവിടെ a അറിയാം, √3 r കാണണം. കോമൺ റേഷ്യോ കാണാൻ രണ്ടാം പദത്തിനെ ഒന്നാം പദം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ രണ്ടാം പദം 3 ആണ്, ഒന്നാം പദം √3 ആണ്. 3നെ √3 കൊണ്ട് ഹരിച്ചാൽ √3 തന്നെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോമൺ റേഷ്യോ എത്ര? √3. ഇനി എല്ലാം കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? a √3 ആണ്. ആറിൻ്റെ സ്ഥാനത്തും എന്ത് തന്നെ? √3 തന്നെ. √3⁻n−1 ആണ് 729. ഒരു കാര്യം കൂടി ഓർക്കുക, 729 എന്ന് പറയുന്നത് 3⁻6 ആണ്. നിങ്ങൾക്ക് അതൊക്കെ ഓർത്തിരിക്കണം. ഇല്ലെങ്കിൽ 729നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 6 തവണ പുറത്ത് വരും. 3⁻6 ആണ് 729. അപ്പോൾ 729ൻ്റെ സ്ഥാനത്ത് 3⁻6 എന്ന് ഇട്ടാൽ കാൽക്കുലേഷൻ അല്പം കൂടി കംഫർട്ടബിൾ ആകും. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമുക്ക് ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം? a⁻m × a⁻n എന്ന് പറയുന്ന a⁻m+n ആണ് അല്ലേ? ഇവിടെ ഒരു പവർ ഉണ്ട്, പറഞ്ഞില്ലേലും അവിടെ ഒരു പവർ ഉണ്ട്, 1 ആണ് അല്ലേ? അപ്പോൾ ഈ പവറുകൾ തമ്മിലങ്ങ് കൂട്ടി വെച്ചാൽ പോരെ? ബേസ് സെയിമായ രണ്ട് സംഖ്യകളെ ഗുണിക്കാൻ പവറുകൾ തമ്മിൽ കൂട്ടി വെച്ചാൽ മതി. അപ്പം പവർ ഒരിടത്തെ പവർ 1 ആണ്, ഒരിടത്തെ പവർ n-1. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1ഉം 1ഉം അങ്ങ് ക്യാൻസൽ ആകും, n മാത്രം വരും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ √3⁻n മാത്രം വന്നു. 729 പകരം എന്ത് എഴുതി വെക്കാം? 3⁻6 എന്ന് എഴുതി വെക്കാം. ഇത്രയും ക്ലിയർ ആയോ? ഈ √3 എങ്ങനെ എഴുതി വെക്കാം? 3⁻1/2 എന്ന് എഴുതാം. അതിന് പുറത്ത് പവർ കിടക്കുന്നു n, അതാണ് 3⁻6. ഇനി പുറത്ത് പവർ അകത്തോട്ട് കയറുമ്പോൾ a⁻m⁴n എന്ന് പറഞ്ഞ് a⁻mn. പുറത്തെ പവർ അകത്തോട്ട് കയറണമെങ്കിൽ ഗുണിച്ച് കയറും. അപ്പോൾ n വന്ന് 1/2 ഗുണിക്കുമ്പം 3⁻n/2ൻ്റെ വില ആർക്ക് തുല്യമെന്ന് പറയാം? 3⁻6 തുല്യം. ബേസ് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് പവറുകളെ ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ പവർ n/2 ആണ്, റൈറ്റ് സൈഡിലെ പവർ 6 ആണ്. നമുക്ക് n എത്ര എന്നാണ് കാണണ്ടേ? 6 × 2 12. ഈ പറയുന്ന ശ്രേണിയുടെ 12ാമത്തെ പദമാണ് 729. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എളുപ്പമല്ലേ? അടുത്ത പറയാമല്ലോ നമുക്ക്. അടുത്ത ചോദ്യം, ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ ഒരു വികർണത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 216 സെൻറ്റിമീറ്റർ² ആണെങ്കിൽ രണ്ടാമത്തെ വികർണത്തിൻ്റെ നീളം എത്ര എന്നാണ്? അപ്പോൾ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ഏരിയയുടെ ഇക്വേഷൻ എഴുതുക. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? 1/2 × d1 d2 ആണ്. d1 d2 രണ്ട് വികരണങ്ങൾ. ഇവിടെ എത്രയാ? ഏരിയ എത്രയാ? 216. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1/2 × ആദ്യത്തെ വികരണത്തിൻ്റെ നീളം എത്ര? 18. അടുത്ത വികരണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, d2 കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 18നെ രണ്ടിനും കൂടെ വെട്ടിക്കളഞ്ഞാൽ 216 എന്ന് പറയുന്നത് 9 × d2 എന്ന് പറയാം. അപ്പം d2 എന്ന് പറയുന്ന രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം എത്ര എന്ന് കാണാം? 216/9. 216നെ 9 കൊണ്ട് ഹരിച്ചാൽ 24. അപ്പോൾ 24 സെൻറ്റിമീറ്റർ നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം കൂടെ പറഞ്ഞാലോ. ഒരു വർഷത്തിലെ സെപ്റ്റംബർ 13 തിങ്കളാഴ്ചയാണ്. അതേ വർഷത്തിലെ ഒക്ടോബർ 18 ഏത് ദിവസം എന്നറിയണം. അപ്പം ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ 13 മൺഡേ ആണെന്ന് പറയുന്നു. ഇനി എൻ്റെ കുട്ടികൾ നോക്കേണ്ടത് സെപ്റ്റംബർ 13 നമുക്ക് എവിടെ എത്തണം? ഒക്ടോബർ 18 എത്തണം. അപ്പം ചിന്തിക്കുക, ഈ സെപ്റ്റംബർ തീരാൻ ഇനി എത്ര ദിവസം ബാക്കിയാ? സെപ്റ്റംബറിൽ മൊത്തം 30 ദിവസമാണ്. ഈ 13 കഴിഞ്ഞ് കിട്ടിയാൽ സെപ്റ്റംബർ തീരാൻ ഒരു 17 ദിവസം കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഒക്ടോബറിൽ എത്തിയിട്ടുണ്ട്. ഒക്ടോബർ എത്രാം തീയതിയിലോട്ടാണ് പോകണ്ടേ? 18ാം തീയതിയിലോട്ടാണ് പോകേണ്ടത്. അപ്പം ടോട്ടൽ എത്ര ഉണ്ട്? 17ഉം 18ഉം 35 ദിവസത്തെ ഗ്യാപ്പാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത്
ഈ 35 ദിവസത്തിൽ എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് നോക്കുക. ഒറ്റ ദിവസം കാണാൻ എന്ത് ചെയ്താൽ മതി? കൗണ്ടിനെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ ശിഷ്ടം വരുന്നത് അതാണ് ഒറ്റ ദിവസത്തിൻ്റെ കൗണ്ട്. ഇവിടെ എത്രയാണ് ശിഷ്ടം വന്നത്? 0. അപ്പോൾ ഇവിടെ 0 ഒറ്റ ദിവസമാ എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചസും വരുത്തേണ്ട കാര്യമില്ല. ഒക്ടോബർ 18 ഏത് ദിവസം എന്ന് ചോദിച്ചാൽ അത് എന്ത് തന്നെയായിരിക്കും? മൺഡേ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ അത്രയും ചോദ്യങ്ങൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പം വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്. കണക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.